ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ അവിയലാണ് കേട്ടോ. സദ്യയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ്. ചില സ്ഥലങ്ങളിൽ അവിയൽ കഷ്ണങ്ങളൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന പരുവത്തിലായിരിക്കും, ചില സ്ഥലങ്ങളിൽ കുഴഞ്ഞ പരുവത്തിലായിരിക്കും. ഞാനിവിടെ അവിയൽ തയ്യാറാക്കുന്ന അല്പം കുഴഞ്ഞ പരുവത്തിലുള്ള അവിയലാണ് കേട്ടോ. അവിയലിന് ആവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പടവലങ്ങയാണ്, ഇത് ഏകദേശം 1 കപ്പോളം ഉണ്ട്. ചേന നമ്മൾ അല്പം കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇത് ചുരക്കയാണ്. അപ്പോൾ ഏറ്റവും കുറച്ചാണ് ഞാനിവിടെ മത്തങ്ങ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് മത്തങ്ങ കാണും. ഇനി അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് ഇത് പയറാണ് കേട്ടോ, അച്ചിങ്ങ പയറാണ്. പിന്നെ ക്യാരറ്റ് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. 2 മുരിങ്ങയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് 4-5 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. വെള്ളരിക്ക നമ്മൾ ഇതുപോലെ നീളത്തിൽ ഏകദേശം 1 കപ്പോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്, അതിൻ്റെ കളർ നഷ്ടപ്പെടാതിരിക്കാനായിട്ട്. ഇനി ആവശ്യമുള്ളത് നമുക്ക് പുളിയാണ്. ഞാനിവിടെ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1/4 കപ്പ് ചൂടുവെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് കുക്ക് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആദ്യം ചേന ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പടവലങ്ങ ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചുരക്കയാണ്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളരിക്ക കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അച്ചിങ്ങപ്പയർ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് മത്തങ്ങയാണ്. മത്തങ്ങ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഞാനിവിടെ 4-5 പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെജിറ്റബിൾസ് എല്ലാം കൂടി ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ കുറേശ്ശെ വെജിറ്റബിൾസാണ് എടുത്തതെങ്കിലും അത്യാവശ്യം ക്വാണ്ടിറ്റി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൈകൊണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. കൈകൊണ്ടോ തവി കൊണ്ടോ യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളും എണ്ണയൊക്കെ നന്നായിട്ട് ഈ കഷ്ണങ്ങളിലൊക്കെ പിടിച്ച് കിട്ടും. ഇനി കുക്ക് ചെയ്യാൻ പാകത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂൺ കണക്കാക്കി വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം അധികമായിട്ട് ചേർക്കേണ്ട, കാരണം വെജിറ്റബിൾസൊക്കെ വെന്തങ്ങ് കലങ്ങിപ്പോവും. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കാം. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം. ഇത് ഞാൻ ഏകദേശം 10-15 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ല ജീരകമാണ്. ഇനി ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. തേങ്ങയുടെ കൂട്ടത്തിലിട്ട് ഇതെല്ലാം കൂടി ചതയ്ക്കാനായിട്ട് നിന്നാൽ ചിലപ്പോൾ തേങ്ങ ഒരുപാട് അങ്ങ് അരഞ്ഞു പോകും കേട്ടോ. ഈ ഉള്ളിയൊക്കെ അരയാതെ കിടക്കുകയും ചെയ്യും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചെരുവത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലൊട്ടും തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ, ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ തോരനെക്കാട്ടി ഒരല്പം കൂടി ചതഞ്ഞ പരുവത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട്. ഇതിൽ അല്പം വേവ് കൂടിയ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് ചേന മാത്രമാണ് കേട്ടോ. അപ്പോൾ ഒരു ചേന കഷ്ണം എടുത്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ടാകും. അപ്പോൾ ചേന നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാവും. ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ കുതിരാൻ വെച്ചിരുന്ന പുളി നന്നായിട്ട് പിഴിഞ്ഞ് അരിച്ചെടുത്തതാണ്. അപ്പോൾ ഈ പുളിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ മാങ്ങ ചേർക്കാം, അല്ലെങ്കിൽ തൈര് ചേർക്കാം. ഞാനിവിടെ പുളി വെച്ചാണ് കേട്ടോ അത് തയ്യാറാക്കുന്നത്. നേരത്തെ നമ്മൾ കുക്കറിലൊക്കെ തൈര് ചേർത്ത് തയ്യാറാക്കി അവിയലൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കയറി കണ്ടേക്കണേ. അപ്പോൾ പുളിവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സമയം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. ആ പിഴിപുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ പുളി ചേർക്കുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ, കാരണം പുളി കൂടിപ്പോകാനും പാടില്ല. അപ്പം ഇതിന് അടിഭാഗത്തൊരല്പം വെള്ളം കാണുന്നുണ്ട്, കാരണം ഇത് കുഴപ്പമില്ല കേട്ടോ. ഇനി ഡ്രൈ ആയിട്ടുള്ള പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് ആ വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ അല്പം കുഴഞ്ഞ പരുവത്തിലാണല്ലോ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നടുഭാഗം ഒന്ന് കുഴിച്ചിട്ട് ഇതുപോലെ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വെജിറ്റബിൾസൊക്കെ ഒരുപാട് അങ്ങ് ഡ്രൈ ആയിട്ടുള്ള പരുവത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ മിക്സിയുടെ ജാർ കഴുകി അല്പം വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരുപാട് അങ്ങ് കുത്തി ഇളക്കുന്നില്ല കേട്ടോ. അരപ്പ് ചേർത്തിട്ട് വെജിറ്റബിൾസ് എല്ലാം കൂടി ചുറ്റിനും ഉള്ളത് ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ അരപ്പിൻ്റെ പച്ച ടേസ്റ്റ് മാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം.
മൂടി വെച്ചിട്ട് ഫ്ലെയിം തീരെ കുറച്ചിട്ട് വളരെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കാം. അരപ്പിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പ് വെജിറ്റബിൾസിൽ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇവിടെ ഞാൻ വെജിറ്റബിൾസ് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു വരുന്ന പരുവത്തിലാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി വെജിറ്റബിൾസ് ഒന്നും ഉടയാതെ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ്. ഞാനിവിടെ അടികൂട്ടി ഇളക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത വെജിറ്റബിൾസൊക്കെ കുക്കായി കിട്ടാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. വളരെ ഫാസ്റ്റായിട്ട് തന്നെ കുക്കായി കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ട് അവിയൽ തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് നമുക്ക് പുളിക്ക് പകരം നമ്മൾ തൈരാണ് ചേർക്കുന്നതെങ്കിൽ ഏറ്റവും അവസാനം തൈര് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് പുളിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമെങ്കിൽ വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി അധിക സമയത്ത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഫ്ലെയിം തീരെ കുറച്ചിട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മുടെ വെജിറ്റബിൾസും എല്ലാം പാകത്തിന് കുക്കായി റെഡി ആയിട്ടുണ്ട്. ഇനി ഫൈനൽ പ്രോസസ്സിങ്ങിലേക്ക് പോകാം. ഇതാണ് കേട്ടോ ഈ അവിയലിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. ഞാൻ ഇതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. ഉടനെ നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല. ഫ്ലെയിം തീരെ കുറച്ചിട്ടിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് സമയം കൂടി വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ അവസാനം ഒഴിച്ച ആ വെളിച്ചെണ്ണയുടെയും ആ കറിവേപ്പിലയുടെയൊക്കെ ഒരു ഫ്ലേവർ നമ്മുടെ അവിയലിൽ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമുക്ക് തുറന്നതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ സദ്യ സ്പെഷ്യൽ നല്ല കുഴഞ്ഞ രീതിയിലുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ് കേട്ടോ. വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം സെർവ് ചെയ്യാം. ഈ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് വിഭവങ്ങളൊക്കെ തയ്യാറാക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഒരുപാട് സമയം അങ്ങ് പോകും. അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് തലേ ദിവസമേ നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് ഒന്നുകിൽ കുക്ക് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. അതിന് വേണ്ട അരപ്പൊക്കെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അന്നത്തെ ദിവസം എടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിനു മുമ്പ് നമ്മൾ ചാനലിൽ അവിയലിൻ്റെ റെസിപ്പികൾ ഇട്ടിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. ഈ ഓണത്തിന് എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്ത് വരുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അയക്കുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ അതാത് സമയത്ത് തന്നെ നിങ്ങളിൽ എത്തിച്ചേരുന്നതാണ്. നല്ല നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.